നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മാസപ്പടി കേസിൽ SFIO നടപടികൾക്ക് സ്റ്റേയില്ല. CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 22-ന് പരിഗണിക്കും. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ED കേസെടുക്കുമെന്ന റിപ്പോർട്ട് കോടതിയിൽ കാണാമെന്ന് പിണറായി വിജയൻ. നൽകിയ പണത്തിനും കണക്കും നികുതിയും നൽകിയിട്ടുണ്ടെന്ന് വിശദീകരണം. മാധ്യമങ്ങൾക്കും വിമർശനം. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രം വായ്പയായി നൽകുന്ന VGF ഫണ്ടിനുള്ള കരാറിൽ സംസ്ഥാനം ഒപ്പിട്ടു. കേരളം വാങ്ങുന്നത് 817 കോടി രൂപ. VGF തുക വായ്പയായല്ല ഗ്രാന്റായാണ് ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി VN വാസവൻ. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ MSC തുർക്കി വിഴിഞ്ഞത്ത് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ അംഗീകരിക്കുന്നതിൽ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ്. വിയോജിപ്പുമായി CPI മന്ത്രിമാർ. നയപരമായി തീരുമാനമെടുക്കാനായി മാറ്റിവെച്ചു. പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളിലെ വിഹിതം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ. ആശാസമരത്തിനെതിരെ മുഖ്യമന്ത്രി. ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തള്ളി. സംസ്ഥാനം നൽകാനുള്ളത് നൽകുന്നുണ്ട്. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാത്ത കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന് പിണറായി വിജയൻ. സമരം 59-ാം ദിവസത്തിൽ. മുനമ്പം വഖഫ് കേസിൽ ഭൂമി കൈമാറിയ സിദ്ദിഖ് സേഠിന്റെ ചെറുമക്കൾ നിലപാട് മാറ്റി. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന വാദം. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നാളെയും വാദം തുടരും. വഖഫ് ഭേദഗതിക്കെതിരെ കരിപ്പൂരിൽ സോളിഡാരിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം. ഒമാൻ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. മുഹമ്മദ് അസറുദ്ദീൻ ക്യാപ്റ്റൻ. മത്സരങ്ങൾ ഈ മാസം 20 മുതൽ. മാസപ്പടി കേസിൽ SFIO നടപടികൾക്ക് സ്റ്റേയില്ല. CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 22-ന് പരിഗണിക്കും. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതായി എന്ന് ഹൈക്കോടതി. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദമുയർന്ന സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത്. ഈ സാഹചര്യത്തിൽ തൽക്കാലം SFIO നടപടികൾക്ക് സ്റ്റേ ഇല്ല. CMRLന് വേണ്ടി കപിൽ സിബലും കേന്ദ്ര സർക്കാരിനായി അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവും കോടതിയിൽ ഹാജരായി. 1 വർഷത്തോളമായി ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കേസ്. ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചാവ്ല ആയിരുന്നു. പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പ്രസാദ്, പിന്നാലെ ജസ്റ്റിസ് CD സിംഗ്, ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയയുമാണ് കേസ് പരിഗണിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ലെന്ന ഉത്തരവ് ഇടണമെന്നുമാണ് CMRL ആവശ്യപ്പെട്ടത്. കോടതിയുടെ വാക്കാലുള്ള നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. കേസ് ചീഫ് ജസ്റ്റിസിന് വിട്ടതോടെ നടപടികൾ ഇനിയും നീളുമെന്നാണ് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. മാസപ്പടി കേസിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. മകൾക്കെതിരായ കേസ് കോടതിയിൽ കാണാമെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിന്റെ ലക്ഷ്യം താനാണ്. സേവനത്തിന് നൽകിയ പണമെന്ന് മകളും CMRL കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. CMRL നൽകിയ പണത്തിന്റെ GSTയും ആദായ നികുതിയും അടച്ചതിന്റെ രേഖകളുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്. നിങ്ങളുടെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ അടക്കമല്ലേ നടത്തുന്നത്. അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുവോ? നിങ്ങൾക്ക് ബോധ്യമാവുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങളത് തുടരൂല്ലേ? അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല. അത് മനസ്സിലായിക്കോ. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേൾക്ക്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലാന്ന് ഞാൻ പറയുന്നത്?
മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ ഇഡി കേസെടുക്കും എന്ന റിപ്പോർട്ട്. SFIയോട് ഇഡി രേഖകൾ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇഡിയുടെ നിരീക്ഷണം. ഇഡി കേസ് രജിസ്റ്റർ ചെയ്യും. രേഖകൾ കിട്ടിയതിനു ശേഷമായിരിക്കും നടപടികളിലേക്ക് നീങ്ങുക. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിൽ ഒപ്പുവെച്ച് സംസ്ഥാനം. കരാറിലൂടെ 817 കോടി 80 ലക്ഷം രൂപ വിഴിഞ്ഞത്തിന് ലഭിക്കും. 2 കരാറുകളിൽ ഒപ്പിടൽ നടപടികൾ ഇന്ന് നടന്നു. ഇതോടെ വിഴിഞ്ഞം പോർട്ടിന്റെ ആദ്യഘട്ടത്തിലെ നടപടികൾ പൂർത്തിയായി. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറിലാണ് ആദ്യം ഒപ്പുവെച്ചത്. തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിൽ തുറമുഖ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പുവെച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡേറ്റ് തരുന്ന ആ ദിവസത്തിൽ കമ്മീഷൻ ചെയ്യുന്ന സാഹചര്യം സംജാതമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥന നടത്തിക്കൊണ്ട് അത് ഗ്രാൻഡായി അനുവദിക്കണം എന്ന ആശയവിനിമയം നടത്തുകയുണ്ടായി. പക്ഷേ ഇനി നമ്മളത് കാത്തുനിന്ന് സമയം മുന്നോട്ട് പോകാതിരിക്കാൻ 2, 3, 4 ഘട്ടങ്ങൾ 2028 പൂർത്തീകരിച്ച് ഈ തുറമുഖം നാം ആഗ്രഹിക്കുന്ന രൂപത്തിൽ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള കരാറുകൾ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കേണ്ട സമയം സമാഗതമായിരിക്കും. ആദ്യ നിർമ്മാണ കരാർ പ്രകാരം തുറമുഖ നിർമ്മാണം 2019 പൂർത്തീകരിച്ച ശേഷം 2034 മുതൽ വരുമാനം നൽകി തുടങ്ങാമെന്നായിരുന്നു കരാർ. എന്നാൽ നിർമ്മാണം വൈകിയതോടെ തർക്കം ഉടലെടുക്കുകയും ചെയ്തു. ഇതിനിടെ 2034 തന്നെ വരുമാനം നൽകി തുടങ്ങാമെന്ന് അദാനി പോർട്ടും സമ്മതിച്ചിരുന്നു. തുറമുഖത്തിന്റെ 1ാം ഘട്ടത്തിന്റെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പഴയ കരാർ പ്രകാരം സംസ്ഥാനത്തിന് വിഹിതം ലഭിക്കേണ്ടിയിരുന്നത്. നിലവിൽ 4 ഘട്ടങ്ങളുടെയും നിർമ്മാണം 2028 പൂർത്തിയാകുന്നതോടെ ആകെ വരുമാനത്തിന്റെ വിഹിതമാകും ഇനി സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങുക. 2034 മുതലാണ് കേന്ദ്ര സർക്കാരിന് ഈ വിഹിതത്തിന്റെ 20% നൽകുകയും വേണ്ടത്. അതായത് നൽകേണ്ടത് 10,000 കോടി രൂപ. VGFന് പകരം തുറമുഖത്തു നിന്ന് സംസ്ഥാനത്തിനുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കുവയ്ക്കണമെന്ന വ്യവസ്ഥ നേരത്തെ തന്നെ കേരളം അംഗീകരിച്ചതാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞം തീരമണഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ MSC തുർക്കിയാണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ബർത്ത് ചെയ്തത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് MSC തുർക്കി നങ്കൂരമിടുന്നത്. ചരിത്ര നിമിഷമെന്ന തുറമുഖ മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. ചരിത്രത്തിൽ ഇടം പിടിച്ച് അഭിമാനം വാനോളം ഉയർത്തി ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ MSC തുർക്കി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് നങ്കൂരമിട്ടു. കഴിഞ്ഞ ദിവസം പുറംകടലിലെത്തി ബെർത്തിങ്ങിനായി കാത്തുകിടന്ന MSC തുർക്കിയെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിച്ചത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് ഇത്ര വലിയ ചരക്ക് കപ്പൽ ബർത്ത് ചെയ്യുന്നത്. വിഴിഞ്ഞത്തെത്തുന്ന 257ാമത്തെ കപ്പൽ കൂടിയാണ് MSC തുർക്കി. ഭീമൻ കപ്പൽ ശ്രേണിയിൽപ്പെട്ട MSC തുർക്കിക്ക് 399.93 മീറ്റർ നീളവും 61.33 മീറ്റർ വീതിയുമാണുള്ളത്. ആഴമാകട്ടെ 33.5 മീറ്ററും. 1995 മുതൽ ലോകത്തെ എല്ലാ പ്രധാന കപ്പൽ റൂട്ടിലും ചരക്കെത്തിച്ചു വരുന്നു. നിലവിൽ വിഴിഞ്ഞം യൂറോപ്പ് സർവീസിന്റെ ഭാഗം. സിംഗപ്പൂരിൽ നിന്നാണ് MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തിയത്. ചരിത്ര നിമിഷമെന്നും കമ്മീഷനിങ്ങിന് മുമ്പേ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തേക്ക് എത്തിയത് കേരളത്തിന് അഭിമാന നിമിഷമെന്ന് മന്ത്രി VN വാസവൻ. ഏതാണ്ട് 250 പരം ഷിപ്പുകൾ വന്ന് 6 ലക്ഷത്തിനടുത്ത് TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ രൂപത്തിലേക്ക് ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ മാറിക്കഴിഞ്ഞപ്പോൾ ലോകഭൂപടത്തിൽ തന്നെ MSCയുടെ ഏറ്റവും വലിയ കപ്പലുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം നാം തിരിച്ചറിഞ്ഞു. വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്കുള്ള MSCയുടെ പ്രതിവാര ഡേജ് സർവീസിന്റെ ഭാഗമായാണ് തുർക്കി എത്തിയത്. 8 മാസത്തിനിടെ 5.25 ലക്ഷം കണ്ടെയ്നർ നീക്കം ഇതിനോടകം വിഴിഞ്ഞം തുറമുഖത്ത് പൂർത്തിയായി കഴിഞ്ഞു. പ്രതിമാസം 1 ലക്ഷത്തിലേറെ കണ്ടെയ്നറുകളാണ് നീക്കം ചെയ്യുന്നത്. മാർച്ചിൽ മാത്രം ബർത്ത് ചെയ്തത് 53 കപ്പലുകളുമാണ്. അതേസമയം ഏപ്രിൽ അവസാനത്തോടെ രാജ്യത്തെ ആദ്യത്തെ ഡീപ് വാട്ടർ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി മാറാനുള്ള നടപടികൾ തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുനമ്പം വഖഫ് കേസിൽ ഭൂമി കൈമാറിയ സിദ്ദിഖ് സേഠിന്റെ ചെറുമക്കൾ നിലപാട് മാറ്റി. മുനമ്പത്തെ ഭൂമി വഖഫാണെന്നും തിരിച്ചെടുക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദയുടെ മക്കളാണ് നിലപാട് മാറ്റിയത്. മുനമ്പം ഭൂമി വഖഫ് അല്ല എന്ന് ഇവരുടെ അഭിഭാഷകൻ വഖഫ് ട്രിബ്യൂണലിൽ വാദിച്ചു. അതേസമയം മുനമ്പം ഭൂമി വഖഫാണെന്ന് കാണിച്ച് ഫാറൂഖ് കോളേജ് 1971 സത്യവാങ്മൂലം നൽകിയെന്നാണ് വഖഫ് ബോർഡിന്റെ വാദം. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നാളെയും വാദം തുടരും.
കഴിഞ്ഞ ദിവസമാണ് മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ച വാദം കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ആരംഭിച്ചത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് വഖഫ് ബോർഡ് വാദിച്ചപ്പോൾ ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ ഭൂമിയെ വഖഫായി പരിഗണിക്കാനാവില്ലെന്നായിരുന്നു ഫാറൂഖ് കോളേജ് അധ്യാപകന്റെ വാദം. ഇതിനിടെയാണ് മുനമ്പത്തെ ഭൂമി വഖഫാണെന്നും തിരിച്ചെടുക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദയുടെ മക്കൾ നിലപാട് മാറ്റിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്നാണ് ഇപ്പോൾ ഇവരുടെ വാദം. ഭൂമി വഖഫാണെന്ന് ബോർഡിൽ അറിയിച്ച സുബൈദയുടെ മരണത്തെ തുടർന്ന് മക്കൾ അപ്പീൽ സമയത്ത് സ്വീകരിച്ച നിലപാട് മാറ്റം ട്രിബ്യൂണൽ എങ്ങനെ പരിഗണിക്കുമെന്നതാണ് പ്രധാനം. അതേസമയം കേസുമായി ബന്ധപ്പെട്ട പറവൂർ സബ് കോടതി വിധി ഇന്ന് ട്രിബ്യൂണൽ പരിശോധിച്ചു. 1964 ഭൂമി ചിലർ കയ്യേറ്റം ചെയ്തെന്ന പരാതിയുമായി ഫാറൂഖ് കോളേജ് പറവൂർ സബ് കോടതിയെ സമീപിച്ചെന്നും 1969 മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് കാണിച്ച് സത്യവാങ്മൂലം നൽകിയെന്നുമായിരുന്നു വഖഫ് ബോർഡിന്റെ വാദം. എന്നാൽ അങ്ങനെ ഒരു സത്യവാങ്മൂലം ഉണ്ടോയെന്ന് അറിയില്ലെന്ന് ഫാറൂഖ് കോളേജിന്റെ അഭിഭാഷകൻ മായൻ പറഞ്ഞു. പറവൂർ കോടതിയുടെ പകർത്തിയെത്തിയൊന്നും പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അത് കോടതിയിൽ ഹാജരാക്കും, പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഉത്തരവിനെ പരാമർശിക്കുന്നില്ല. അങ്ങനെ ഉത്തരവ് അവർ കൈ ഉണ്ട്, സർട്ടിഫിക്കറ്റ് കോപ്പി അവർ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. മുനമ്പത്തെ ഭൂമി ദാനമായി കിട്ടിയതാണെന്നും വഖഫായി പ്രഖ്യാപിച്ച ബോർഡിന്റെ തീരുമാനം റദ്ദാക്കണമെന്നുമാണ് ട്രിബ്യൂണലിന് മുമ്പാകെ ഫാറൂഖ് കോളേജിന്റെ വാദം. ഭൂമി കൈമാറിയ സിദ്ദിഖ് സേഠിന്റെ ജീവിച്ചിരിക്കുന്ന മക്കൾ മുനമ്പം ഭൂമി വഖഫാണെന്ന നിലപാടിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ അംഗീകരിക്കുന്നതിൽ മന്ത്രിസഭാ യോഗത്തിലെ എതിർപ്പ്. പദ്ധതി ചർച്ചയ്ക്കെടുത്തപ്പോൾ CPI മന്ത്രിമാർ വിമുഖത പ്രകടിപ്പിച്ചു. ഇതോടെ നയപരമായ തീരുമാനമെടുക്കാനായി മാറ്റിവെച്ചു. പദ്ധതിയിൽ ചേർന്നില്ല എങ്കിൽ കേന്ദ്രാവിഷ്കൃത വിദ്യാഭ്യാസ പദ്ധതികളിലെ വിഹിതം നൽകേണ്ട എന്നാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നിലപാട്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM ശ്രീ അംഗീകരിക്കുന്നതിൽ സംസ്ഥാനം വിമുഖത തുടരുകയാണ്. പദ്ധതിയിൽ ചേരാതെ ഫണ്ട് നൽകില്ലെന്ന കേന്ദ്ര നിലപാടിനെ തുടർന്ന് കേരളവും അംഗീകരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. 3 വർഷത്തെ എതിർപ്പ് മാറ്റി PM ശ്രീയിൽ കൈകൊടുക്കാനായിരുന്നു വിദ്യാഭ്യാസ വകുപ്പും നീക്കം നടത്തിയിരുന്നത്. എന്നാൽ വിശദമായ ചർച്ച വേണമെന്ന നിലപാടാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. CPI മന്ത്രിമാർ എതിർപ്പ് കൂടുതൽ ശക്തമായി ഉന്നയിച്ചു. പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിൽ PM ശ്രീ ബോർഡും പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും അടക്കം വെക്കുന്നതിനോടുള്ള പ്രതിഷേധം മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ ആവർത്തിക്കുകയും ചെയ്തു. PM ശ്രീയിൽ കൈകൊടുത്താൽ ദേശീയ വിദ്യാഭ്യാസ അവകാശ നയവും നടപ്പാക്കേണ്ടി വരുമെന്നും മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ നയപരമായ ചർച്ച വേണമെന്ന നിലപാടുയർന്നതോടെ കൂടുതൽ ചർച്ചകൾക്കായി തീരുമാനം മാറ്റുകയുമായിരുന്നു. എന്നാൽ PM ശ്രീ തീരുമാനം നീട്ടുന്നതിനോട് വിദ്യാഭ്യാസ വകുപ്പിന് യോജിപ്പില്ലെന്നാണ് വിവരം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് എഗ്രിമെൻ്റ് വയ്ക്കാൻ പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിശോധനയും പഠനവും നടത്തുന്നതിന് വേണ്ടി അടുത്ത ക്യാബിനറ്റ് യോഗത്തിലേക്ക് മാറ്റിവെച്ചു. നിലവിൽ പദ്ധതിയിൽ ചേരാത്തതിനാൽ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിലടക്കം കേന്ദ്രം ഫണ്ട് തരാത്തതാണ് വകുപ്പ് ഉന്നയിക്കുന്ന പ്രശ്നം. കഴിഞ്ഞ അധ്യയന വർഷങ്ങളിലായി ഏകദേശം 1000 കോടി രൂപയ്ക്ക് മുകളിൽ ലഭിക്കാനുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. SSKയിൽ ശമ്പളം വരെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ടെന്നാണ് വകുപ്പ് ഉന്നയിക്കുന്നത്. അതേസമയം CPIയുടെ എതിർപ്പിനെ ഏത് തരത്തിൽ അനുനയിപ്പിച്ചെടുക്കാമെന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന സമരം ശക്തമാക്കാനൊരുങ്ങി ആശാവർക്കർമാർ. സമരം ആരംഭിച്ചിട്ട് നാളെ 2 മാസം തികയും. സമരം ഒത്തുതീർപ്പാക്കാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് 12-ാം തീയതി പൗരസംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന രാപ്പകൽ സമരം നാളെ 2 മാസം തികയുമ്പോഴാണ് സമരം ജനപങ്കാളിത്തത്തോടെ കൂടുതൽ ശക്തമാക്കാൻ ആശാവർക്കർമാർ തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി 12-ാം തീയതി സെക്രട്ടേറിയറ്റ് നടയിൽ പൗരസാഗരം തീർക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരം നമ്മൾ ഡിമാൻഡ് നേടുന്നത് വരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞങ്ങൾ ഫെബ്രുവരി 10 ഇവിടെ വന്നപ്പോൾ പറഞ്ഞാണ്. അതിനകത്തുനിന്ന് ഒരു മാറ്റവും ഇല്ല. നമ്മൾ സമരം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് ഓരോ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ പരിപാടികൾ എടുത്തു പോകും. 12-ാം തീയതി കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ ആഹ്വാനം ചെയ്തിരിക്കുന്നതാണ് പൗരസാഗരം. ഈ കേരള ജനദാശമാരോടൊപ്പം എന്നൊരു ക്യാപ്ഷനോടുകൂടിയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 3 തവണ മന്ത്രിതല ചർച്ച നടത്തിയിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്ന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായും ആശാവർക്കർമാർ കൂടിക്കാഴ്ച നടത്തി. ആശാവർക്കർമാർ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്മേൽ സർക്കാർ ചർച്ച നടത്തി സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. പ്രതിഷേധത്തിന്റെ 3-ാം ഘട്ടമെന്ന നിലയിൽ ആശാവർക്കർമാർ ആരംഭിച്ച നിരാഹാര സമരം 21 ദിവസം പിന്നിടുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സൗദിയിൽ ശരാശരി ആയുർദൈർഘ്യം 78 വയസ്സായി ഉയർന്നതായി ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് സൗദി ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. 2016-ൽ സൗദിയിൽ ശരാശരി ആയുർദൈർഘ്യം 74 വയസ്സായിരുന്നു. സൗദിയുടെ വിഷൻ 2030-ന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ പരിഷ്കരണങ്ങളും നടപടികളുമാണ് ഈ നേട്ടത്തിന് കാരണം. ആരോഗ്യകരമായ പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും നടത്ത സംസ്കാരം പ്രചരിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രത്യേക സംരംഭങ്ങളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും അവബോധം വളർത്താനുള്ള ശ്രമങ്ങൾ ആരോഗ്യ മന്ത്രാലയം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പൊതുജനാരോഗ്യവും ജീവിത നിലവാരവും മെച്ചപ്പെടുത്താൻ സഹായിച്ചു. 2030 ആകുമ്പോഴേക്കും ശരാശരി ആയുർദൈർഘ്യം 80 വയസ്സായി ഉയർത്തുക എന്ന തന്ത്രപരമായ ലക്ഷ്യം കൈവരിക്കാനും ഇത് സഹായിക്കുന്നു. കുവൈറ്റിൽ കഴിഞ്ഞ ദിവസം ഓയിൽ കമ്പനിയുടെ ജോലി സ്ഥലത്തുണ്ടായ അപകടത്തിൽ മലയാളി മരിച്ചു. ആലപ്പുഴ മാവേലിക്കര തട്ടാരമ്പലം സ്വദേശി രാമൻ പിള്ളയാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കീഴിലുള്ള കരാർ കമ്പനിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഇന്നലെ കാലത്ത് 10 മണിക്കാണ് അപകടം സംഭവിച്ചത്. പൈപ്പ് ലൈൻ വാൽവ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. കുവൈറ്റിൽ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി ആധുനിക മൊബൈൽ ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങി. ഗതാഗത നിയമലംഘനങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന പ്രദേശങ്ങളിലാണ് അമിത വേഗത നിരീക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ക്യാമറകൾ ഒരിടത്തു നിന്നും മറ്റിടങ്ങളിലേക്ക് തുടർച്ചയായി മാറ്റി സ്ഥാപിക്കാനും കൈകാര്യം ചെയ്യാനും എളുപ്പമുള്ളതാണ്. ബാറ്ററികളിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് വൈദ്യുത വയറിംഗ് ആവശ്യമില്ല. അതേസമയം പുതിയ ഗതാഗത നിയമലംഘനങ്ങൾക്കും പിഴകൾക്കും മുൻകാല പ്രാബല്യം ഉണ്ടാകില്ല എന്ന് ഗതാഗത വിഭാഗം അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ ഖദ്ദ വ്യക്തമാക്കി. ഈ മാസം 22 മുതലാണ് പുതുക്കിയ ഗതാഗത നിയമം പ്രാബല്യത്തിൽ വരുന്നത്. കുവൈറ്റിൽ ഉയർന്ന വൈദ്യുത ഉപഭോഗത്തെ തുടർന്ന് ജലീബ്, അൽ ഷുയൂഖ്, ഹവല്ലി, മുബാറക്, അൽ കബീർ തുടങ്ങിയ ചില പ്രദേശങ്ങളിൽ പവർ കട്ട് ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് ജലവൈദ്യുത മന്ത്രാലയം. രാജ്യത്തെ വൈദ്യുത സംവിധാനത്തിന്റെ സ്ഥിരത നിലനിർത്തുന്നതിനും വേനൽക്കാലത്ത് വൈദ്യുതി വിതരണം പൂർണ്ണമായും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളുടെയും ഭാഗമായി ചില വൈദ്യുതി ഉൽപ്പാദന യൂണിറ്റുകളിൽ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഓരോ പ്രദേശങ്ങളിലും പരമാവധി 3 മണിക്കൂർ നേരത്തേക്കായിരിക്കും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതിനായി എല്ലാ ഉപഭോക്താക്കളുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നതായും മന്ത്രാലയം അറിയിച്ചു. ജിദ്ദായി ചാത്തല്ലൂർ വെൽഫെയർ കമ്മിറ്റി കുടുംബസംഗമവും ഈദ് ആഘോഷവും സംഘടിപ്പിച്ചു. പരിപാടിയിൽ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഉംറ തീർത്ഥാടകർക്ക് സ്വീകരണവും നൽകി. പരിപാടിയിൽ വിവിധ സ്പോർട്സ് ആൻഡ് ആർട്സ് പരിപാടികൾ അരങ്ങേറി. പ്രസിഡന്റ് അഷ്റഫ് വേട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങ് രക്ഷാധികാരിയായ സുൽഫിഖർ തായി ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ സുനീർ KP, ഫൈസൽ ബാബു KC, അമീൻ ചെമ്മല എന്നിവർ സംസാരിച്ചു. സർവീസ് റോഡില്ല. തൃശൂർ വാടാനപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പുപടന്ന നിവാസികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. NH66 ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ പുറം ലോകവുമായി ബന്ധമില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. NH66 ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ പ്രധാന വഴിയായി ഉപയോഗിച്ചിരുന്ന ഉപ്പുപടന്ന റോഡിലേക്ക് സർവീസ് റോഡില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. 3 വർഷക്കാലമായി നിരവധി തവണ NHAI അധികൃതരുമായും പഞ്ചായത്ത് ഭരണകൂടമായും MLAയും സംസ്ഥാന സർക്കാരുമായും നിരന്തരം പരാതികൾ നൽകിയിട്ടും സർവീസ് റോഡ് അനുവദിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഏകദേശം ഒരു 6-7 മാസത്തിനുള്ളിൽ റോഡിൻ്റെ ഏകദേശം പണി പൂർത്തീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. വളരെ സ്പീഡായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതോടെ ഇവിടെ ഇവർക്ക് റോഡില്ല. അത് ഇപ്പോൾ പഞ്ചായത്തിൽ ഇതിൻ്റെ DPR വന്നിരുന്നു. DPR ഈ ഹൈവേ പോകുന്ന പഞ്ചായത്തുകൾക്കൊക്കെ DPR കൊടുക്കും. ഈ DPR വേണ്ട രീതിയിൽ അന്നത്തെ ഭരണസമിതി അത് കൈകാര്യം ചെയ്തിട്ടില്ല. അവരത് നോക്കുകയോ അതിലെ പോരായ്മകൾ എന്തുണ്ടെങ്കിൽ NHയുമായി സംസാരിച്ച് ആ വിഷയത്തിന് പരിഹാരം കാണാതെന്ന്. നാളെ ഇതുവരെയായിട്ട് ആ കാര്യങ്ങൾ ആ സമയത്തൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് NHൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സർവീസ് റോഡ് ഇവർക്കില്ല. അപ്പോൾ നോക്കുമ്പോൾ വെച്ചാൽ തൊട്ടടുത്തൊരു 150 മീറ്ററിന് അപ്പുറത്തായിട്ട് സർവീസ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടേക്ക് NHൻ്റെ തന്നെ ഒരു 5 മീറ്റർ വീതിയിലൊരു NH എക്വയർ ചെയ്തിട്ടുള്ളൊരു ഭൂമിയുണ്ട്. അതിൽ കൂടെ ഇവർക്ക് റോഡ് കൊടുക്കാം എന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ സർവീസ് റോഡില്ലെങ്കിൽ പ്രദേശവാസികൾ ഒറ്റപ്പെട്ടു പോകും. വാഹനങ്ങൾക്ക് പോലും ഹൈവേയിലേക്ക് എത്താൻ വഴിയുണ്ടാകില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഞങ്ങൾക്ക് റോഡില്ല, സർവീസ് റോഡ് വേണം. ഞങ്ങൾക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോയാലും പിന്നെ വെള്ളത്തിന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈൻ പൈപ്പിലായാലും വെള്ളം കിട്ടാറില്ല. പിന്നെ ഇത് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നാണ് കുറേശ്ശെ വെള്ളം തരിക. പിന്നെ പൈസ കൊടുത്തിട്ട് അടിക്കണം. അപ്പോൾ വെള്ളം വണ്ടി വരണമെങ്കിലും ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് പിള്ളേർക്ക് സ്കൂളിൽ പോകാനായാലും ഹോസ്പിറ്റൽ കേസായാലും വഴി വേണം. തൃശൂർ MP സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട നിവേദനം കൊടുത്തതിന്റെ ഭാഗമായി സർവീസ് റോഡിന് ഫണ്ട് അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനത്തിനായി സമീപിച്ചപ്പോൾ അത് നിഷേധിക്കുന്ന സമീപനമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ആക്ഷേപമുണ്ട്. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രദേശവാസികൾക്ക് സർവീസ് റോഡ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇല്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.
ഇടുക്കി ചക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച കുളവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സമിതി 15 ദിവസത്തിനകം കളക്ടർക്ക് റിപ്പോർട്ട് നൽകും. ഇടുക്കി ബൈസൺവാലി വില്ലേജിൽ ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചൊക്രമുടി മലനിരയിൽ അനധികൃതമായി നിർമ്മിച്ച കുളവുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ നിയമപ്രകാരം തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിറക്കി. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ മണ്ണ് സംരക്ഷണ വിഭാഗം ഓഫീസർ, ജില്ലാ ജിയോളജിസ്റ്റ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുൾപ്പെടുന്ന സമിതി രൂപീകരിക്കണം. ഈ സമിതി നിർദ്ദേശിക്കുന്ന ഒരു ജിയോ ടെക്നിക്കൽ വിദഗ്ധനെ കൂടി ഉൾപ്പെടുത്തി സ്ഥലത്ത് സംയുക്ത പരിശോധന നടത്താനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്. കുളം അപകടരഹിതമായി പൊളിച്ചു നീക്കുന്നതിലും വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലും വിശദമായ റിപ്പോർട്ട് 15 ദിവസത്തിനകം ജില്ലാ ഭരണകൂടത്തിന് സമർപ്പിക്കണം. ചൊക്രമുടിയിലെ കുളം അപകട ഭീഷണി ഉയർത്തുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ നവംബർ 17-ന് ജില്ലാ കളക്ടർ ബൈസൺവാലി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ വിദഗ്ധ സമിതി നടത്തിയ സംയുക്ത പരിശോധനയെ തുടർന്ന് കുളം മൂടേണ്ടതില്ലെന്നും മറ്റൊരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് കുളം മൂടുന്നത് മണ്ണിടിച്ചിലിന് കാരണമാകുമെന്നും റിപ്പോർട്ട് നൽകി. 45 ഡിഗ്രിയിലധികം ചെരിവുള്ള പ്രദേശത്ത് 17 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും നിർമ്മിച്ചിട്ടുള്ള കുളത്തിന്റെ മൺവരമ്പ് 4 മീറ്റർ പൊട്ടിച്ചു നീക്കിയാൽ മഴ പെയ്യുമ്പോൾ കല്ലും മണ്ണും മരക്കഷ്ണങ്ങളും തങ്ങി നിന്ന് കുളത്തിൽ വെള്ളം നിറഞ്ഞ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ഡിസംബറിൽ ബൈസൺവാലി പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. മൺവരമ്പ് പൂർണ്ണമായി പൊളിച്ചു നീക്കി സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ADM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്ത് സന്ദർശനം നടത്തി. തുടർന്നാണ് കുളം മൂടുന്നതിൽ നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, ഇടുക്കി. കരിക്കകത്തമ്മയ്ക്ക് ആത്മസമർപ്പണത്തിന്റെ പൊങ്കാലയർപ്പിച്ച ഭക്തജനങ്ങൾ. രാവിലെ 9:40 ആരംഭിച്ച പൊങ്കാല ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:15 നിവേദ്യത്തോടെ പൂർത്തിയായി. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങളെത്തി. 9:40 ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം പണ്ടാര അടുപ്പിനെ ജ്വലിപ്പിച്ചു. ആ അഗ്നി ക്ഷേത്രത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുക്കിയിരുന്ന ഭക്തരുടെ അടുപ്പുകളെ കൂടി ജ്വലിപ്പിച്ചതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. പാർവതി പുത്തനാറിന്റെ തീരം ഒരു യാഗശാലയായി മാറി. ഭക്തരുടെ ആത്മസമർപ്പണത്തിന്റെ പൊങ്കാല തിളച്ചു തൂങ്ങി. രണ്ടു മണിയോടുകൂടി വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ദേവിയുടെ ഉടവാൾ പണ്ടാര അടുപ്പിനടുത്തേക്ക് എത്തിച്ചു. പിന്നാലെ ഭക്തരുടെ പൊങ്കാലയും നിവേദിച്ചു. തങ്ങളുടെ ആത്മസമർപ്പണം ദേവി സന്തോഷത്തോടെ സ്വീകരിച്ച സംതൃപ്തിയോടെ ഭക്തർ മടങ്ങി. ഇനി അടുത്ത വർഷത്തിനായുള്ള കാത്തിരിപ്പാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഭക്തിയുടെയും ആഘോഷത്തിന്റെയും നിറവിൽ ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം. വൈകിട്ട് 7 മണിക്ക് 15 ഗജവീരന്മാരുടെയും പഞ്ചാരിവാദത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു പൂരത്തിനായി ശാസ്താവിന്റെ എഴുന്നള്ളത്ത്. ദേവസംഗമമായി 24 ദേവീദേവന്മാർ പങ്കെടുക്കുന്ന ആറാട്ടുപുഴ പൂരം കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരമാണ്. ആറാട്ടുപുഴ ഭഗവതി ആറാടുന്നതോടെ പുഴയിലെ വെള്ളം ശുദ്ധീകരിക്കപ്പെടുന്നുവെന്നാണ് വിശ്വാസം. ആറാട്ടു സമയത്ത് ഗംഗയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് സങ്കല്പം. തുടർന്ന് മറ്റ് ദേവിമാരും ആറാടും. നാളെ പുലർച്ചെയാണ് തേവർ ആറാട്ടുപുഴയിൽ എത്തുക. ആറാട്ടുപുഴ പൂരപ്പാടത്തെ പ്രസിദ്ധമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നാളെയാണ്. തേവരുടെ ഇടതുവശത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മ തിരുവടിയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയും നിരവധി ആനകളുടെ അകമ്പടിയിൽ കൂട്ടിയെഴുന്നള്ളിപ്പിനായി നിരക്കും. ഇരുഭാഗത്തും പാണ്ടിമേളവും അകമ്പടിയും ഉണ്ടാകും. കൂട്ടിയെഴുന്നള്ളിപ്പ് പൂർത്തിയായ ശേഷം തേവരും ഊരകത്തമ്മ തിരുവടിയും ചേർപ്പ് ഭഗവതിയും ആറാട്ടിനായി മന്ദാരം കടവിലേക്ക് എഴുന്നള്ളും. ആറാട്ട് കഴിഞ്ഞ് മടങ്ങുന്ന 3 ദേവീദേവന്മാർക്കകമ്പടിയായി ശാസ്താവ് 7 കണ്ടം വരെ പോകും. തുടർന്ന് അടുത്ത വർഷത്തെ പൂരത്തിനായി തീയതി ആറാട്ടുപുഴ ദേവസ്വം അധികാരി വിളംബരം ചെയ്യും. തുടർന്ന് രാജകീയ കിരീടത്തിന്റെ സൂചകമായ മകുടം ഒഴിവാക്കി തേവരുടെ മടക്കയാത്ര ആരംഭിക്കും.
ഇതോടെ ഈ വർഷത്തെ പൂരത്തിന് സമാപനമാകും. അമൃത ന്യൂസ്, തൃശൂർ. ലഹരിക്കെതിരെ സംസ്ഥാനം യുദ്ധം നടത്തുകയാണെന്നും വീടുകളിൽ നിന്നു തന്നെ അത് ആരംഭിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിപുലമായ കർമ്മ പദ്ധതികൾക്ക് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഈ മാസം 16-ന് മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17-ന് സർവകക്ഷി യോഗവും വിളിക്കും. സംസ്ഥാനത്ത് ലഹരിയുടെ ഇരകളായി വിദ്യാർത്ഥികളും യുവാക്കളും അതിവേഗത്തിൽ മാറുന്ന സാഹചര്യം അതീവ ഗൗരവത്തോടെ സർക്കാർ കാണുന്നു. ലഹരിക്കെതിരെ സംസ്ഥാനം യുദ്ധം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. വീടുകളിൽ നിന്ന് തന്നെ ഇത് ആരംഭിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. നിലവിൽ പോലീസിന്റെ വിവിധ വിഭാഗങ്ങൾ ഓപ്പറേഷൻ ഡി ഹണ്ടർ, ഡ്രഗ്സ് ഇന്റലിജൻസ് തുടങ്ങിയ പല പദ്ധതികളും ഊർജിതമാക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനം വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ്. ഇതിനായി ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഈ മാസം 16-ന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17-ന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ തലമുറയെയും സമൂഹത്തിൻ്റെ ഭാവിയെയും നശിപ്പിക്കുന്ന ലഹരി വിപത്തിനെതിരെ സംസ്ഥാനം യഥാർത്ഥത്തിലൊരു യുദ്ധം നടത്തുകയാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏപ്രിൽ 16-ന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17-ന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും. ഈ വർഷം മാർച്ച് 31 വരെ 12 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചതായി മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം ചൂണ്ടിക്കാട്ടി. ഡി അഡിഷൻ സെന്ററുകൾ ജില്ലയിൽ ഒരു കേന്ദ്രത്തിലെങ്കിലും തുടങ്ങും. സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണം, ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം തുടങ്ങിയവ ഊർജിതമായി തുടരണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റയിൽ 10 ഏക്കർ ഭൂമിയിലാണ് ഭവന സമുച്ചയം ഒരുക്കുന്നത്. ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വില്ലേജിൽ വെള്ളിത്തോടിൽ പ്രധാന റോഡിനോട് ചേർന്ന സ്ഥലത്താണ് ഭവന സമുച്ചയം ഒരുങ്ങുന്നത്. 10 ഏക്കർ ഭൂമിയിൽ 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാനുള്ള അടിത്തറയോടുകൂടി 1000 സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുന്നത്. ശുദ്ധജലവും റോഡും വൈദ്യുതിയും ഉറപ്പാക്കിയാണ് സ്ഥലം ഏറ്റെടുത്തത്. 105 വീടുകളുടെ സമുച്ചയമാണ് ഒരുങ്ങുന്നത്. പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാമെന്ന സർക്കാർ വാഗ്ദാനം അനിശ്ചിതമായി നീണ്ടതിനെ തുടർന്നാണ് പാർട്ടി സ്വന്തം നിലയ്ക്ക് സ്ഥലം വില കൊടുത്തു വാങ്ങിയതെന്നും ദുരന്തബാധിതർക്കൊപ്പം പാർട്ടി ഉണ്ടാകുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ദുരന്തമുണ്ടായ സമയം മുതൽക്ക് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവിടെ ഓടിയെത്തുകയും ദുരിതബാധിതർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നതിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയുണ്ടായി. നിരവധി തവണ അവിടെ സഹായങ്ങൾ നമ്മൾ വിതരണം ചെയ്തു. അവിടെ നമ്മൾ അന്ന് തന്നെ പ്രഖ്യാപിച്ചതാണ് 100 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത്. 2 ഇടങ്ങളിലായാണ് വീടുകൾ നിർമ്മിക്കുന്നത്. സർക്കാർ അംഗീകരിച്ച ലിസ്റ്റിൽ നിന്നാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഡിസംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. മുട്ടിൽ WMO സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശിലാസ്ഥാപന ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി, KMA സലാം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. അമൃത ന്യൂസ്, വയനാട്. ICC റാങ്കിങ്ങിൽ ഉൾപ്പെട്ട ഒമാൻ ദേശീയ ടീമുമായി പരിശീലന മത്സരത്തിനുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. രഞ്ജി ട്രോഫിയിൽ കേരളത്തിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച മുഹമ്മദ് അസറുദ്ദീനാണ് ടീം ക്യാപ്റ്റൻ. ഏപ്രിൽ 20 മുതൽ 26 വരെ 5 ഏകദിനങ്ങളായിട്ടാണ് മത്സരങ്ങൾ. മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള ക്യാമ്പ് ഈ മാസം 15 മുതൽ 18 വരെ തിരുവനന്തപുരത്ത് നടക്കും. ഏപ്രിൽ 19-ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ടീം അംഗങ്ങൾ ഒമാനിലേക്ക് തിരിക്കും. രോഹൻ എസ് കുന്നുമൽ, അഹമ്മദ് ഇമ്രാൻ, സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, ഷോൺ റോജർ, ഗോവിന്ദ് ദേവ് DPI, അഭിഷേക് P. നായർ, അബ്ദുൾ ബാസിദ് PA, അക്ഷയ് മനോഹർ, ഷറഫുദ്ദീൻ NM, നിധീഷ് MD, ബേസിൽ NP, ഏതൻ ആപ്പിൾ ടോം, ശ്രീഹരി S. നായർ, ബിജു നാരായണൻ N, മാനവ് കൃഷ്ണ എന്നിവരാണ് ടീം അംഗങ്ങൾ. അമൈ ഖുറേസിയാണ് പ്രധാന പരിശീലകൻ. ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.